നമ്മുടെ സ്കൂളുകളിൽ നിരവധി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പരിസ്ഥിതി ക്ലബ്, ശുചിത്വ ക്ലബ്, മീഡിയ ക്ലബ്, ഇങ്ങനെ പോകുന്നു ക്ലബ്ബുകളുടെ നീണ്ടൊരു നിര. പഠനത്തിന് പുറമെ കുട്ടികളിൽ സാമൂഹ്യ ബോധവും കൂട്ടായ്മയും ഉണ്ടാക്കുക എന്നതാണ് ഈ ക്ലബ്ബുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലബ് പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂളാണ് മലപ്പുറം ജില്ലയിലെ GMUPS ഒഴുക്കൂർ. നമുക്ക് സ്വാഗതം ചെയ്യാം ഒഴുക്കൂർ സ്കൂളിനെ വേദിയിലേക്ക്. ഒഴുക്കൂരിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളിലേക്ക്. 1920കളിൽ ഒഴുകൂരിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഓത്തുപള്ളികളായിരുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ച് മതപണ്ഡിതന്മാർ പകർന്നു നൽകുന്ന അറിവുകളായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ വിജ്ഞാനം. എലിമെൻ്ററി സ്കൂൾ എന്ന നിലയിൽ 1924ലാണ് ഒഴുകൂരിൽ ഒരു ഔപചാരിക വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നത്. 1974 ഇതിനെ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. ഏറനാട് താലൂക്കിലെ മൊറയൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒഴുകൂർ GMUP സ്കൂളിൽ നിലവിൽ 1443 വിദ്യാർത്ഥികളും 42 അധ്യാപകരുമുണ്ട്. ഒഴുകൂർ സ്കൂൾ ഇന്ന് ജഡ്ജിംഗ് പാനലിന് മുമ്പായി അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനം. മലപ്പുറം ജില്ലയിലെ ഒഴുകൂർ ഗവൺമെൻറ് UP സ്കൂളിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലായി 2 പ്രധാന പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലൊന്ന് വെടിപ്പ് സമ്പൂർണ്ണ ഗ്രാമശുചിത്വം വിദ്യാർത്ഥികളിലൂടെ എന്ന പദ്ധതിയായിരുന്നു. ഓരോ പ്രദേശത്തുള്ള ചെറിയ ചെറിയ അങ്ങാടികൾ, 8 അങ്ങാടികളുണ്ട്. ഈ അങ്ങാടികൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അവർ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ ഏത് പ്രവർത്തനങ്ങളും, കുട്ടികളിപ്പോൾ ഒരു തെരുവ് നാടകത്തിന്, ഒരു പുതിയ പദ്ധതി, വെടിപ്പ് പദ്ധതി അവതരിപ്പിക്കാൻ വേണ്ടി തെരുവ് നാടകത്തിന് വരികയാണെങ്കിൽ ആ തെരുവ് നാടകത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നു. അതേപോലെ സ്കൂൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് എന്ത് പ്രവർത്തനമാണോ ചെയ്യുന്നത് അതിലൊക്കെ സഹകരിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പായിട്ട് 8 ജാഗ്രതാ സമിതികൾ നിലവിലുണ്ട്. മാത്രമല്ല സ്കൂളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിനും ഈ ജാഗ്രതാ സമിതികളുടെ സപ്പോർട്ടുണ്ട്. സ്പോർട്സ് ആയാലും മറ്റ് കലാകായിക മേളകളിലൊക്കെ വളരെ സജീവമായി അവരുടെ പിന്തുണയുണ്ട്. ഇങ്ങനെ 2 പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്കിവിടെ അവതരിപ്പിക്കാനുള്ളത്. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ. അപ്പോൾ വെടിപ്പിന് എന്ത് സംഭവിച്ചു? അതൊക്കെ തുടരുന്നുണ്ടോ? അവിടെ കൊടുത്ത ബക്കറ്റൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കാനായിട്ട് ഞങ്ങളെ സ്കൂളിൽ നിന്ന് വെടിപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊടുത്തതാണ്. അവിടെ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ ആരാ എടുത്തോണ്ട് പോകും? അത് ആ അങ്ങാടികളിലെ ജാഗ്രതാ സമിതികളെ മേൽനോട്ടം വഹിക്കുന്നത്. അവര് എന്നാലും ഇത് ദിവസവും ഇത് ചെയ്യാനായിട്ട് ആളുകൾ വേണമല്ലോ. അവർക്ക് ആരാണ് കൂലി കൊടുക്കുന്നത്? അതോ കൂലിയല്ല, അത് കടകളിലുള്ള ഒരു കടക്കാരൻ എന്ത് മാലിന്യമാണോ ഉണ്ടാക്കുന്നത് വേർതിരിച്ചിട്ട് ഇത് എവിടെ കൊണ്ടിടും? അത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവര് മിക്കവാറും 2 വേസ്റ്റുകൾ അവർ തന്നെ ചെയ്യുന്നു. അതിൽ അവിടെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളാണ് ഈ ജൈവ മാലിന്യങ്ങൾ പണിയെടുക്കാൻ. കുടുംബശ്രീ വരണം, അവിടെ ഉണ്ട് ഒരു യൂണിറ്റ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരത് മണ്ണിര കമ്പോസ്റ്റ് ആക്കി മാറ്റുക, ജൈവ വളമാക്കി മാറ്റുക. മണ്ണിര കമ്പോസ്റ്റിനുള്ള യാർഡ് പഞ്ചായത്ത് അവിടെ നിലവിലുണ്ട്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് അതത് വീട്ടിൽ അവര് സംസ്കരിക്കുക ചെയ്യുന്നത്. അത് അങ്ങാടിയിൽ ഇടാതെ അവർ സംസ്കരിക്കും. അവരുടെ വീട്ടിൽ കൊടുത്തേക്കോ? അവർ കൊണ്ടുപോകുക. നേരെ മറിച്ചിട്ടല്ലേ ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിച്ചിട്ട് പിന്നെ അവരുടെ വീടുകളിലേക്ക് കൊടുത്തേക്കും. അല്ല, ഒരു കടക്കാരൻ അയാളുടെ വേസ്റ്റ് അവർ സംസ്കരിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് ഇവിടെ. നിങ്ങളുടെ ക്ലാസ്സിനെ ഏറ്റവും വെടിപ്പുള്ള ക്ലാസ് റൂം എന്നുള്ള ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 6ാം ക്ലാസ്സിന് അങ്ങനെ ഏറ്റവും 3 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാ ആ സമ്മാനം തീരുമാനിക്കുന്നത്? അത് ക്ലാസ് തലത്തിലാണ് അത് തുടങ്ങുന്നത്. ഒരു വ്യക്തി ശുചിത്വരേഖയെ കുറിച്ച് ഒരു പുസ്തകം ഉണ്ടാവും ക്ലാസ്സിൽ. ആ പുസ്തകത്തിൽ തിങ്കളാഴ്ച നഖപരിശോധന, ചൊവ്വാഴ്ച കുളി, പിന്നെ ബുധനാഴ്ച ഒന്നും നോക്കാറില്ല, വ്യാഴാഴ്ച പഠനോപകരണങ്ങൾ, വെള്ളിയാഴ്ച വസ്ത്രധാരണ. ഇത് ക്രമത്തിൽ നോക്കിയിട്ട് ഇപ്പോൾ നഖം വെട്ടിയില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അതിൽ എഴുതും ചെയ്യും. അങ്ങനെ ഓരോ ഇത് നോക്കിയിട്ട് അവസാനം ഇത് സാർമാർ കഴിയാൻ കൊടുക്കുന്നത്. അവർ നോക്കിയിട്ട് അവരാണ് ഏറ്റവും ശുചിത്വമുള്ള ക്ലാസ് കണ്ടെടുക്കുന്നത്. എന്തെന്നാ സമ്മാനം? സമ്മാനം ട്രോഫി. എന്താണ് ട്രോഫി? ട്രോഫിയാണോ? അത് ടോഫിയാണോ? ട്രോഫി. ട്രോഫി കൊണ്ട് എന്ത് ഗുണം? ശരി. ഈ കൊല്ലം പഠിച്ച ഒരു കവിതയോ കഥയോ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഉണ്ട്. ഏതാണ്? മത്സരശ്രുതി എന്നൊരു കഥ ഓർമ്മയുണ്ട്. മത്സരശ്രുതി. മത്സരശ്രുതി പാഠപുസ്തകത്തിലുള്ളതാണോ? അതെ. ആരെഴുതിയതാണ്? എഴുതിയതല്ല സാർ, നടന്ന സംഭവമാണ്. അതെങ്ങനെ കഥയാവും?
കഥ എന്ന് പറഞ്ഞാൽ എന്താ? കഥ അറിയുമ്പം ഒരു കഥ മോനോട് ആരെങ്കിലും ചോദിക്കുന്നു എന്താണ് ഒരു കഥ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? എന്താ കവിത എന്ന് ചോദിച്ചാൽ ആര് പറയും? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പറയൂ. മനസ്സിൽ എഴുതാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വിഷയം എടുത്ത് സ്വന്തമായിട്ട് എഴുതിണ്ടാക്കണേ. എഴുതാൻ ഇഷ്ടപ്പെട്ട ഒരു വിഷയം സ്വന്തമായിട്ട് എഴുതിയാൽ അത് കവിതയായോ? കവിത ഇപ്പോൾ കവിതയും കഥയായിട്ടുള്ള വ്യത്യാസം എന്താ? കവിതയ്ക്ക് ഈണുണ്ടാവും, കഥ അങ്ങനെ വായിച്ചു പോവും. കഥ അങ്ങനെ അങ്ങ് പോവൂല്ലേ? അങ്ങനെയല്ല, പാടൂല, അങ്ങനെ പറഞ്ഞു. കഥയുടെ നിലവാരം കുറക്കല്ല കേട്ടോ, നമുക്കൊക്കെ ജീവിച്ചു പോകണ്ടാണ് അല്ലേ മേറെ? അപ്പോൾ ഒരു നമ്മൾ എന്താണ് കഥ എന്താണ് കവിത എന്ന് പറയുമ്പോൾ പിന്നെ അത് തമ്മിലുള്ള വ്യത്യാസം ചേർത്തുകൊണ്ട് തന്നെ പറയണം കേട്ടോ. വ്യത്യസ്തമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചില കുടുംബാന്തരീക്ഷം പഠനത്തിന് അനുയോജ്യമല്ല എന്നുണ്ടെങ്കിൽ ഈ ജാഗ്രതാ സമിതികളോ നിങ്ങളുടെ സമൂഹ കൂട്ടായ്മകളോ എന്തെങ്കിലും ചെയ്തതായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ടീച്ചർ സംസാരിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പെൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കുട്ടിക്ക് അവരുടെ വീട്ടിൽ നിന്ന് അച്ഛൻ മദ്യപാനിയാണ്, അതുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല, എപ്പോഴും ഹോംവർക്ക് ചെയ്യാതെ വരും ക്ലാസ്സിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് എന്താ നീ ചെയ്യാത്തത് നോക്കുമ്പോൾ അവനൊന്നും പറയാറില്ല, അവനെപ്പോഴും ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ SRG കൂടിയപ്പോഴേ പിന്നെ ആ സാറിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഞങ്ങൾ എന്താണ് അതിന് ഒരു മാർഗം കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളതിൽ SRG കൂടി തീരുമാനിച്ചപ്പോഴേ അവൻ്റെ അമ്മ വീട്ടിൽ നിന്ന് അമ്മയെ വരുത്തുകയും പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അത് മദ്യപാനിയായ ഒരു അച്ഛൻ്റെ കുഴപ്പങ്ങളാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ തന്നെയാണ്, അതിനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ ഒരു രൂപമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തി കുറച്ച് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇതിൻ്റെ വിഷമങ്ങൾ ഈ കുട്ടിയാണ് അനുഭവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇതാക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ എന്ന് വെച്ചിട്ട് അയാൾ മദ്യപാനം നിർത്തിയിട്ടൊന്നുമില്ല, എന്നാലും ഈ പുസ്തകം വലിച്ചെറിയുന്നൊരവസ്ഥയും കുട്ടീനെ മർദ്ദിക്കുന്ന അവസ്ഥയൊക്കെ, അച്ഛൻ വരുന്നതിന് മുമ്പ് കിടന്നുറങ്ങുക, അച്ഛൻ പോയി കഴിഞ്ഞാലേ എഴുന്നേൽക്കുക എന്നുള്ളൊരവസ്ഥയാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യം ആ വീട്ടിലുണ്ടായിട്ടുണ്ട്. വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇത്രയും നല്ല സ്കൂള്, ഇത്രയും നിങ്ങൾക്കുള്ള റിസോഴ്സസ് തന്നെ നിങ്ങൾ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ എങ്കിലും ഇവിടെ വരുത്തുന്ന പത്രമാസികകൾ വെറും 3-ൽ താഴെ എന്ന് കാണുന്നു. അതുപോലെ പുസ്തകങ്ങൾ, ലൈബ്രറിയെ സംബന്ധിച്ച് യാതൊരു കാര്യവും പറയുന്നില്ല. എന്താണിത്, ലൈബ്രറി ഇല്ലേ സ്കൂളിൽ? പിന്നെ ഈ വർഷം PTA ഭാഗത്തു നിന്ന് 15 പത്രങ്ങൾ ദിവസവും ക്ലാസ് റൂമുകളിൽ സപ്ലൈ ചെയ്യുന്നു. പഞ്ചായത്തിൽ നിന്ന് 3 പത്രങ്ങൾ ഡെയിലി സ്കൂൾ സപ്ലൈ ചെയ്യാനുള്ള അനുമതിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ലൈബ്രറിയിലെ എണ്ണം കാണിച്ചില്ല, 4000-ഓളം പുസ്തകങ്ങൾ ഡിജിറ്റൽ ലൈബ്രറിയാണ് പിന്നെ കൈകാര്യം ചെയ്യുന്നത്. ഒക്കെ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടുണ്ട്. കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്നതും ഒക്കെ പ്രിന്റ് കമ്പ്യൂട്ടറിലൂടെ പുറത്തു വരിക. ഡിജിറ്റൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിലാണ് ഈ പുസ്തകങ്ങളുടെ കൈകാര്യങ്ങൾ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ആരുമില്ല അത് കൈകാര്യം ചെയ്യാനെന്ന് എഴുതിയിട്ടുണ്ട്. അത് ആര് വഴിയാണ് ഈ പുസ്തകങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായൊരു കുട്ടികൾ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ തന്നെ നേരിട്ട് പിന്നെ ലൈബ്രറി ഒരു വിങ്ങുണ്ട് ഓരോ ക്ലാസ്സിലും. സാഹിത്യ സമാജത്തിനൊരു വിങ്ങ്, ലൈബ്രറിക്ക് ഒരു വിങ്ങ്. അവർ നേരിട്ട് സ്വീകരിച്ചിട്ട് ആ പുസ്തകങ്ങൾ അവരെൻ്റെ ക്ലാസ്സിൽ പ്രത്യേക രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം സർക്കുലേറ്റ് ചെയ്യുന്നു, തിരിച്ചു വാങ്ങുന്നു. എന്താണ് ഈ വലിയൊരു ഭീഷണി, നിങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമല്ല എന്നുള്ളതിന് PTA ചെയ്തിരിക്കുന്നത്? PTA സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ 2-3 കിണറുകൾ കുഴിച്ചു. അത് പിന്നെ 2 കിണറുകളിൽ വെള്ളം വറ്റി. അതായത് പിന്നെ അതിൽ ഒരു പെട്ടെന്ന് അങ്ങോട്ട്, അതായത് കുറച്ചു കാലം ആദ്യത്തെ 1-2 വർഷങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് അതിൽ വെള്ളം വറ്റിപ്പോയി. പിന്നെ മൂന്നാമത് വേണ്ട ഒരു കുഴൽ കിണർ വീണ്ടും കുഴിച്ചു. അതും പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് വെള്ളം കിട്ടി, പിന്നെ അതും പിന്നെ വെള്ളം ലഭ്യമല്ലാതാണ് ചെയ്തത്. ഇപ്പോൾ അതിന് പരിഹാരമായി കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു 1.5 സെൻറ്റ് സ്ഥലം വയൽ PTA ഭാഗമായിട്ട് പിന്നെ ശ്രമഫലമായിട്ട് ഒരു 1.5 സെൻറ്റ് വയൽ സ്ഥലത്ത് അതിൽ കിണർ കുഴിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അതിന് പമ്പ് സെറ്റും അത് ഇതാകാൻ വേണ്ടി അടുത്ത പിന്നെ സ്കൂളിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം ആകുമ്പോഴേക്കും അതൊക്കെ പരിഹരിക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശുചിത്വ പരിപാടികൾ ക്ലാസ് മുറിയിൽ നിന്നാണല്ലോ ആരംഭിച്ചിട്ടുള്ളത്.
ഫെമിനയ്ക്ക് പറയാമോ, നിങ്ങളുടെ ക്ലാസ് മുറികൾ വൃത്തിയാക്കുമ്പോൾ ആരാണ് ചൂലെടുത്ത് അടിച്ചു വരുന്നത്? ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലത്തെ അംഗങ്ങളാണ്. ഗ്രൂപ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടോ? ആ ഉണ്ട്. സാധാരണ അടിച്ചു വരുന്ന പെൺകുട്ടികൾ മാത്രമാണോ ആൺകുട്ടികൾ കൂടി അടിക്കുക? പെൺകുട്ടികളാണ് ഏറെ അടിച്ചു തരല്. ആൺകുട്ടികൾ എങ്ങനെയെങ്കിലും ആൺകുട്ടികളെ എന്ത് ചെയ്യും? എപ്പോഴെങ്കിലും അടിച്ചു തരും. അതാണ് പിന്നെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാനാണ്. ഇപ്പൊ ബെഞ്ച് പൊക്കി തരുമായിരിക്കും അവരല്ലേ? അതൊന്നുമില്ല. അതുമില്ല. അപ്പോ പെൺകുട്ടികളാണ് അടിച്ചു വാരലൊക്കെ അവരെ ചെയ്യും. ആൺകുട്ടികൾ എന്ത് ചെയ്യും? ഇവര് പാത്രം കഴുകുന്നു. എന്തോ? ഭക്ഷണ പാത്രം കഴുകുന്നു. ഈ ക്ലാസ് മുറിയിൽ മാറാലൊക്കെ അടിക്കുന്ന രാസിം മുഹമ്മദ് ആസിം അടിക്കുവോ? അത് ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യും. പക്ഷെ തറയടിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. അത് മാറ്റണം കേട്ടോ മാഷെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ തന്നെ മാറി മാറി അടിക്കണം. ഞങ്ങളുടെ ക്ലാസ്സിൽ 2 കൂട്ടരും ഒരുമിച്ചാണ് ചെയ്യാറ്. വെരി ഗുഡ്. ഒരുമിച്ചെന്ന് വെച്ചാൽ അടിച്ചു വരാൻ 2 കൂട്ടരും അടിച്ചു വരും. അതുപോലെ തന്നെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും 2 കൂട്ടരും സംഘടിച്ചാണ് ചെയ്യാറ്. കൊള്ളാം. എല്ലാ ക്ലാസ്സിലും അത് വേണം അല്ലേ? അടുത്തതായി ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഒഴുകൂർ സ്കൂളിന് ജൂറി നൽകിയ സ്കോർ 79.6 out of 100.